അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മൾ ഒരുപാട് റൈറ്റ്സുകളൊക്കെ നമ്മുടെ കൺട്രി നമുക്ക് തരുന്നത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലേ. ചെറുതായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പം നമുക്ക് അവരോട് കുറേ കടമകളില്ലേ, ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ. അവരെ ഒബേ ചെയ്യണം, അവരെ അനുസരിക്കണം. അതുപോലെ വലുതായി കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് അവർക്ക് ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോടതിയിൽ അല്ലേ കോർട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് കൺട്രിയോട് നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഫസ്റ്റ് ടൈമിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്തിരുന്നില്ല, ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നെയാണ് എന്ത് ചെയ്തത്, ഒന്നും കൂടെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താലാണ് ഒന്നും കൂടെ നല്ല ഒരു ജനങ്ങൾക്കൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയെന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് go to right and duties go together. Sardar Vallabhbhai Patel said citizen must have responsibilities along with rights. അതായത് നമ്മൾ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ എന്താണ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് അതോടുകൂടി നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉണ്ടെന്നാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പറയണത്. അങ്ങനെ ഇൻ 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ആഡിങ് ഡ്യൂട്ടീസ് ടു കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഡ്യൂട്ടീസും കൂടെ, ജനങ്ങൾക്കുള്ള കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകളും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് 1976 ത്രൂ ദ 42nd അമെൻഡ്മെൻറ്റിൽ 42ാമത്തെ അമെൻഡ്മെൻറ്റിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വേർ ആഡഡ് ഇൻ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞൊരു പാർട്ട് 4A 51A ആർട്ടിക്കിളിലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ദർ ആർ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. സം ആർ മോറലും ചിലത് സിവിക്കുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടീസാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഒബേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഒബേ ചെയ്യണം അല്ലെ. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. ഒരിക്കലും അതിനെ എതിർത്ത് രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റൈറ്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമ്മൾ ആരെയും മതം അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. അല്ലാതെ ആരെയും മതത്തിൽ അടിച്ചേൽപ്പിച്ച് എന്താ ചെയ്യാൻ പാടില്ല, മതം മാറ്റിപ്പിക്കാനും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതേപോലെ മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബേ ചെയ്യണം. അതുകൂടാതെ പ്രൊട്ടക്ട് ദി നാഷൻ അല്ലേ. നമ്മുടെ നാഷനെ നമ്മൾ തന്നെ സംരക്ഷിക്കുന്നത് ഓരോ ജനങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. ഡു നാഷണൽ സർവീസ് വെൻ നീഡഡ്. അതുപോലെ തന്നെ നാഷണൽ സർവീസ് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കണം. എല്ലായ്പ്പോഴൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസാസ്റ്ററുകളൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലൊക്കെ പ്രളയം വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അല്ലേ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, അതൊക്കെ സേവനങ്ങളാണ്. അത് അവർക്കൊന്നും കിട്ടിയിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ നാടിനോടുള്ളൊരു കടമയാണ് അല്ലേ. അത് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് പലരും ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ അവർക്ക് ക്യാഷ് കിട്ടിയിട്ടോ ഒന്നുമല്ല ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. കാരണം ആ സമയത്ത് അവിടെ ആവശ്യമാണ് ഒരുപാട് ആളുകളുടെ പ്രവർത്തനം. ഡ്യൂട്ടിയിലുള്ളവരുടെ മാത്രം പ്രവർത്തനം മതിയാവില്ല. അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് പല ആംബുലൻസുകളിലെ ഒരുപാട് ആളുകൾക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ആവശ്യം വന്ന സമയത്ത് പല ആളുകളും അങ്ങനെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് വർക്കേഴ്സിൻ്റെ ആവശ്യം വരുന്ന സമയത്തൊക്കെ പല ആളുകളും പോയി ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയത്ത് നമ്മുടെ നാഷണൽ സർവീസ് ആവശ്യം വരുന്ന സമയത്ത് ജനങ്ങളത് ചെയ്തു കൊടുക്കണം. അതുപോലെ മെയിൻ അതല്ലേ പ്രൊട്ടക്റ്റ് ദ എൻവിയോൺമെൻറ്റ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള പുഴകൾ അതുപോലെ തോടുകൾ ഇതൊന്നും മലിനമാക്കാൻ പാടില്ല. നമ്മൾ തന്നെ പ്ലാസ്റ്റിക്കോ ഇതൊക്കെ ഇട്ട് അതൊക്കെ നമ്മുടെ കടമയാണെന്നാണ് പറയുന്നത്. ഇനി മെയിൻ ഐഡിയ, ഇതിൻ്റെ ഒരു മെയിൻ ആശയം എന്ന് പറയുന്നത്, ഇഫ് സിറ്റിസൺ എൻജോയ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദേ മസ്റ്റ് ആൾസോ ഫോളോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അല്ലേ. അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡ്യൂട്ടീസും നമ്മൾ ഫോളോ ചെയ്യണം.
അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് മൂന്നും കൂടിയിട്ടുള്ളതാണ്. റൈറ്റ്സ് പ്ലസ് ഡ്യൂട്ടീസ് പ്ലസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടന. എൻഷുറിങ് ബോത്ത് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ആൻഡ് നാഷണൽ വെൽഫെയർ. അപ്പോൾ ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് നമ്മൾ രണ്ടും ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ഇതിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിമാനം അല്ലേ, അതുപോലെ തന്നെ നാഷണൽ വെൽഫെയർ രാജ്യത്തിൻ്റെ ആ ഒരു ക്ഷേമവും ഇതിലൂടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ഗീവ്സ് ഫ്രീഡം, ഡ്യൂട്ടീസ് റിമൈൻഡേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളെ റൈറ്റ്സുകൾ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമാണല്ലേ, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പോകാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരുപാട് ഫ്രീഡംസ് തരുന്നു. ഡ്യൂട്ടീസ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഡ്യൂട്ടീസിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. താങ്ക് യു ഡിയേഴ്സ്.